പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്നേ ദിനം അനുതാപത്തിൻ്റെ ഒരു സുദിനമായിരിക്കട്ടെ. നമ്മെ ചിന്തിപ്പിക്കുന്ന തിരുവചനം മിക്കാപ്രവചനം 7:19. നമ്മുടെ അകത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ഫ്രാൻസിൽ ജനിച്ച ജോൺ മരിയ വിയാനി കുടുംബ അവകാശം ജ്യേഷ്ഠന് കൊടുത്തിട്ടാണ് വൈദികനാകാൻ ഇറങ്ങിത്തിരിച്ചത്. സ്വഭാവം വിശിഷ്ടമാണെന്നും പഠനത്തിൽ പിന്നോക്കമാണെന്നും റെക്ടർ അറിയിച്ചിട്ടും കൊന്ത ചെല്ലാൻ അറിയാം എന്ന ഒറ്റ സർട്ടിഫിക്കറ്റിൽ വികാരി ജനറൽ അദ്ദേഹത്തെ വൈദികനാക്കുന്നു. 2 വർഷത്തിന് ശേഷം ആഴ്സിലെത്തി. മദ്യവും പാട്ടും ലഹരിയുമായി കഴിയുന്ന ഒരു ഗ്രാമം. എന്നാൽ അത് അനുതാപ നഗരമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും വേനൽക്കാലത്ത് 18 മണിക്കൂറും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു. മാത്രമല്ല 20 വർഷം കൊണ്ട് 20 ലക്ഷം പേർ ഉപദേശം സ്വീകരിച്ചു. ഉരുളക്കിഴങ്ങും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കാം. എന്ത് അപാകത നമ്മുടെ ജീവിതത്തിലുണ്ടെന്നൊന്ന് കണ്ടെത്താം. അത് അസൂയയാണോ? അഹങ്കാരമാണോ? അലസതയാണോ? മദ്യമാണോ? അല്ലെങ്കിൽ കുടുംബ കലഹത്തിനുള്ള സ്വഭാവത്തിൽ വരുന്ന ആ വീഴ്ചകളാണോ? എല്ലാം പാടെ ഒന്ന് കണ്ടെത്തിയിട്ട് ഒരു കുമ്പസാരക്കൂട്ടിനെ സമീപിച്ചാലോ? നല്ല കുമ്പസാരം നടത്തി ദൈവത്തിന് സ്വീകാര്യമായ മക്കളാകാൻ ഈ സന്ദേശം നമ്മെ സഹായിക്കട്ടെ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിനം ഒരു കരുണക്കൊന്ത ചൊല്ലി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തേടാം. മാത്രമല്ല അതൊരു ശീലമാക്കി മാറ്റാം. എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.